നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വേണം. എന്താണ് സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ? എന്താണ് സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് സെൻസസ് ഈ വർഷം 2021 പുതിയ സെൻസസ് വരേണ്ടതാണ്. അതിന്റെ പരിപാടികൾ അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാഥമിക നടപടികൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സെൻസസ്? സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി എലമെന്റിനെ കുറിച്ചുള്ള ഓരോ ചെറിയ പാർട്ടിനെ കുറിച്ചുമുള്ള സർവേ ആണ്. സർവേ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സെൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പോപ്പുലേഷനിലെ ഏറ്റവും ചെറിയ പാർട്ട് മുതൽ ഏറ്റവും വലിയ പാർട്ട് വരെ എന്ന് വെച്ചാൽ എന്താണ്, ജനസമൂഹത്തിലെ ഓരോ ചെറിയ ആൾ മുതൽ ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ മുതിർന്നവർ വരെയുള്ള അവരുടെ ടോട്ടൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സെൻസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എടുക്കുന്നു. ഈ സെൻസസ് തന്നെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. എന്താണ്, ടോട്ടൽ എത്ര എണ്ണമുണ്ട്, ടോട്ടൽ ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാനത്തും എത്ര ജനസംഖ്യയുണ്ട്, എത്ര ജനസാന്ദ്രത ഒരു ഏരിയയിലുണ്ട്. അപ്പൊ ഏരിയ ബേസിലൊക്കെ സ്റ്റഡീസിന് നമുക്ക് സെൻസസ് യൂട്ടിലൈസ് ചെയ്യാം. ഈ സെൻസസ് നടത്തുന്നത് രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് എന്ത് നടത്തുന്ന സെൻസസ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ അധികാരം എന്ന് പറയുന്നത് രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് RGI എന്ന കോഡിൽ അറിയപ്പെടുന്നത്. രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് എന്തെന്നറിയപ്പെടുന്നത് സെൻസസ് നടത്തുവാനുള്ള അവകാശം എന്നറിയപ്പെടുന്നത്. അവകാശം ഇതുള്ളത് ഓരോ 10 വർഷം കൂടുമ്പോൾ, ഓരോ 10 ഇയേഴ്സ് കൂടുമ്പോൾ 10 ഇയേഴ്സ് വെച്ചാണ് എന്ത് ചെയ്യുക സെൻസസ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ സെൻസസ് എടുക്കുന്നത്. ഇന്ത്യയിലെ സെൻസസ് എടുക്കുന്നത്. ഇന്ത്യയിലെ സെൻസസ് അവസാനമായി നടന്നത് 2011. 2011 ഇന്ത്യയിലെ സെൻസസ് അവസാനമായി നടന്നത്. ഇന്ത്യയിലെ സെൻസസ് അനുസരിച്ച് അവസാനമായി നടന്ന 2011 കണക്ക് അനുസരിച്ച് 121 കോടി ജനങ്ങളാണ്. 121 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് കണക്കിൽ ഇന്ത്യയിലെ സെൻസസിലെ കണക്കിലുള്ള എത്ര കോടി ജനങ്ങളാണ്? 121 കോടി ജനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ സെൻസസിന് 2011 നമ്മളെ PSC റിലേറ്റഡ് ക്വസ്റ്റ്യൻ 2011 ഇന്ത്യയിലെ സെൻസസിന്റെ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? CM ചന്ദ്രമൗലി ആയിരുന്നു സെൻസസ് കമ്മീഷണർ. 2011 സെൻസസിലെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു CM ചന്ദ്രമൗലി. ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് ഈ സെൻസസ് നടപ്പിലാക്കി. എന്നാൽ ഈ സെൻസസ് എവിടെ നിന്നാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ അറിയണ്ടേ? 1872 ലോർഡ് മേയോ പ്രഭു ആണ് ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കിയത്. ലോർഡ് മേയോ പ്രഭു 1872. പക്ഷെ അതൊരു കൃത്യമായ കണക്ക് അല്ലെങ്കിൽ കൃത്യമായ അടിസ്ഥാനത്തിലല്ല. ഈ കൃത്യമായ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കിയത് 1881 ലോർഡ് റിപ്പൺ ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പൺ ആണ്. 1881 ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കിയത്? ഇന്ത്യയിൽ റെഗുലർ സെൻസസ് നടപ്പിലാക്കി. ഇന്ത്യയിലെ റെഗുലർ സെൻസസ് നടപ്പിലാക്കിയത് 1881 അന്ന് മുതലാണ് ഓരോ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കുന്നത്? സെൻസസ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ സെൻസസ് നടപ്പിലാക്കുന്നത് ഓരോ 10 വർഷം കൂടുമ്പോഴും നടപ്പിലാക്കുന്നത് 1881 മുതലാണ്. 1872 ലോർഡ് മേയോ ആണ് ഇന്ത്യയിൽ സെൻസസ് ആദ്യമായി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. 1881 ഇന്ത്യയിൽ ലോർഡ് റിപ്പൺ റെഗുലർ സെൻസസ് സ്റ്റാർട്ട് ചെയ്തു. അത് 2011 നടപ്പിലാക്കിയ വ്യക്തി ചന്ദ്രമൗലിയാണ്. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു CM ചന്ദ്രമൗലി. അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സർവേ ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള കളക്ഷൻ ആണ്. എന്നാൽ ഓരോ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ജനസംഖ്യയെ കുറിച്ചുമുള്ള പഠനമാണ്. എന്തെന്ന് പറയുന്ന പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസസിന് എന്തുണ്ട്? അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സെൻസസിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. അതിൽ അഡ്വാൻറ്റേജിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ ഒക്കുന്നു. അഡീഷണൽ ആയിട്ട് പുതുതായി എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ ഒക്കുന്നു. അതിനൊക്കെ മോർ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് സെൻസസ് വഴി മോർ റിലയബിൾ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ വിശ്വസനീയമായ എന്ത് ചെയ്യാം ഡേറ്റകൾ കളക്ട് ചെയ്യാം. നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ് മോർ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അധികമായുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പരിശോധനാ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നു. അതേ കണക്ക് എന്ത് ചെയ്യുക അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടുന്നു. അതേ കണക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. പിന്നെ എൻറ്റയർ പോപ്പുലേഷൻ എല്ലാ ജനസമൂഹത്തെയും എന്ത് ചെയ്യുന്നു സെൻസസിലൂടെ നമ്മൾ ഒരു കുടക്കീഴിലേക്ക് എൻറ്റയർ സമൂഹത്തെയും നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഇതിനെന്തുണ്ട്? അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. മോർ ടൈം ടേക്കിംഗ് ആണ്. സമയനഷ്ടം കൂടുതലാണ്. അതേ കണക്കിന് എന്താണ് മോർ എക്സ്പെൻസീവ് ആണ്. ലാഭം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പണനഷ്ടം അല്ലെങ്കിൽ എന്താണ് കൂടുതൽ പണം ചിലവാക്കപ്പെടുന്നു. സമയനഷ്ടം കൂടുതലാണ്, പണം ചിലവാക്കപ്പെടുന്നു. അതേ കണക്കിന് എന്യൂമറേറ്ററിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. മോർ എന്യൂമറേറ്റർ റിക്വയർഡ് ടു
കംപ്ലീറ്റ് ദ പ്രോജക്ട്. നമുക്ക് സെൻസസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറെ അധികം എന്യൂമറേറ്ററുകൾ വേണം, സമയം വേണം, പണം വേണം. സമയം വേണം, എന്ത് ചെയ്യണം? സമയനഷ്ടം കൂടുതലാണ്, പണം കൂടുതൽ എന്ത് ചെയ്യണം? പണം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എന്യൂമറേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടി ഇറങ്ങി വർക്ക് ചെയ്യുന്ന എന്യൂമറേറ്ററുകളുടെ എണ്ണം ധാരാളമായി വേണ്ടി വരും. മോർ എന്യൂമറേറ്റർ ഈസ് നീഡഡ്. സാമ്പിൾ സർവേ അടുത്ത നമ്മൾ എന്താണ്? അടുത്തൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റ ഈസ് കളക്ടഡ് ഫ്രം, ഡേറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് കളക്ടഡ് ഫ്രം എവിടെ നിന്നാണ്? നമ്മളൊരു സാമ്പിളിൽ നിന്നാണ്, ഒരു പോപ്പുലേഷന്റെ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന്, പോപ്പുലേഷന്റെ ഒരു സാമ്പിളിൽ നിന്നും ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന്റെ സാമ്പിൾ സർവേ എന്ന് വിളിക്കുക. സാമ്പിൾ സർവേ. ആ സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അല്ലെങ്കിൽ സെക്ഷൻ ഓഫ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു പോപ്പുലേഷന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ്, എന്നല്ലെങ്കിൽ ഒരു സെക്ഷൻ ആ പാർട്ടിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണ്, നമ്മളുടെ ഒരു വലിയ പോപ്പുലേഷന്റെ ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണ്? സാമ്പിൾ സർവേ അല്ലെങ്കിൽ സാമ്പിൾ ഡേറ്റ കളക്ഷൻ എന്ന് പറയാം. ഈ സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ഗുഡ് സാമ്പിൾ അല്ലെങ്കിൽ ഒരു നല്ല സാമ്പിളിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റീസണബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ നന്നായി നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വളരെ ഇതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നൽകുന്ന ഒരു ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പോപ്പുലേഷന്റെ പാർട്ടിനെ നമുക്ക് ഒരു ഗുഡ് സാമ്പിൾ ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ഭാഗമായി കണക്കാക്കാം. അല്ലെങ്കിൽ നല്ലൊരു സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായ പരമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ നൽകുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസമൂഹത്തിന്റെ പാർട്ടിനെ നമുക്ക് സാമ്പിൾ എന്ന് വിളിക്കാം. ഈ സാമ്പിളിൽ നടത്തുന്ന സർവേ ഉപയോഗിച്ച് നമുക്കൊരു ഹോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ജനസമൂഹത്തിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ. ഇപ്പൊ കേരളത്തിന്റെ ആണെന്ന് വെച്ചു, കേരളത്തിന്റെ ജനസമൂഹത്തിന്റെ സാമ്പിൾ കളക്ട് ചെയ്യാൻ മീൻസ് നമ്മളൊരു ചെറിയൊരു പഞ്ചായത്തിന്റെ 941 പഞ്ചായത്തുകളുണ്ട്, അതിലൊരു പഞ്ചായത്തിന്റെ ജനസമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനസംഖ്യയുടെ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു സ്റ്റഡി പർപ്പസ് നടത്തി അത് നമുക്ക് എവിടെ യൂട്ടിലൈസ് ചെയ്യാം? കേരളത്തിൽ മൊത്തത്തിലുള്ള സ്റ്റഡി പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ഒരു സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. പൈലറ്റ് സർവേ എന്താണെന്ന് പറഞ്ഞാൽ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ നല്ലതാണ്, നമ്മൾ ഉണ്ടാക്കിയ ചോദ്യാവലി എന്തൊക്കെയുണ്ട് അതിനെ എഫക്റ്റീവ് അല്ലെങ്കിൽ അത് എത്രമാത്രം എഫക്റ്റീവാണ്, എത്രമാത്രം അനുയോജ്യമാണ്, എത്രമാത്രം അതിന് ഡ്രോബാക്കുകൾ ഉണ്ട്, അതെല്ലാം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. സാമ്പിൾ സർവേ എന്ന് പറയുന്നത് നമ്മളൊരു സെൻസസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ സെൻസസ് നടത്തുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് മുഴുവനായും കളക്ട് ചെയ്യാതെ ഒരു സാമ്പിളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹത്തിൽ നിന്നും ഒരു സെക്ഷനിൽ നിന്നും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സാമ്പിൾ സർവേ എന്ന് പറയുന്നു. അപ്പൊ ഈ സാമ്പിൾ സർവേ കഴിഞ്ഞ വർഷം ഒരു ഹയർ സെക്കൻഡറി ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഈ സാമ്പിൾ സർവേ അധികമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് സാമ്പിൾ സർവേ ആണ്. ഈ സെൻസസ് മെത്തേഡുകളിൽ അല്ലെങ്കിൽ സർവേ പരമായ കാര്യങ്ങളിൽ എന്തുകൊണ്ട് സാമ്പിൾ സർവേ അധികമായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡി പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? 3 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിന് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സാമ്പിൾ സർവേ അല്ലെങ്കിൽ ഒരു സെൻസസ് മെത്തേഡിൽ സാമ്പിൾ സർവേ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 പോയിന്റ് എഴുതാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോർ റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. കൂടുതൽ വിശ്വസനീയമായതും ആക്യുറേറ്റ് ആയതും കറക്റ്റ് ആയതുമായ ഇൻഫർമേഷൻ എന്തെന്നു സാമ്പിൾ സർവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ സാമ്പിൾ സർവേയിൽ നിന്ന് നമുക്ക് ലഭിക്കണം മോർ റിലയബിളും എന്താണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനുമാണ്. അല്ല, ഇറ്റ് നീഡ് ഓൺലി ലോവർ കോസ്റ്റ് ആണ്. ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ ടൈം. വളരെ ചെറിയ സമയത്തിനുള്ളിൽ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാക്കുള്ളൂ? സാമ്പിൾ സർവേ നടത്തി ഒരു പോപ്പുലേഷന്റെ ഏകദേശ ധാരണ അല്ലെങ്കിൽ സർവേക്ക് എത്ര രൂപ അല്ലെങ്കിൽ സർവേ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറയാം മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ക്യാൻ ബി കളക്ടഡ്. കൂടുതൽ ആധികാരികപരമായ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു? മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യാനാകും. അതാണ് 3ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ 4ാമത്തെ പോയിന്റിലേക്ക് വരാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് മോർ റിലയബിൾ ആണെന്ന് പറഞ്ഞു, മോർ റിലയബിളും ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞു.
രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ലോവർ കോസ്റ്റും ഷോർട്ടർ ടൈമുമാണ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ ലോവർ കോസ്റ്റും ഷോർട്ടർ ടൈമുമാണ്. അതേപോലെ മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നു. അടുത്ത ലാസ്റ്റ് പോയിന്റിലേക്ക് വരുന്നത്, അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? സർവേ അല്ലെങ്കിൽ സെൻസസ് സർവേ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? മോർ എന്യൂമറേറ്ററിന് ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഒരു സ്മാൾ ടീം ഓഫ് എന്യൂമറേറ്ററിന് നമുക്ക് ആവശ്യമുള്ള ഒരു സ്മാൾ ടീം ഓഫ് എന്യൂമറേറ്റർ എന്ന് വെച്ചാൽ കുറെ അധികം വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സാമ്പിളിലാണ് സർവേ നടത്താൻ പോകുന്നത്. അപ്പൊ കുറച്ച് എന്ത് മതി? എന്യൂമറേറ്റർ അല്ലെങ്കിൽ വിവര അന്വേഷകർ എത്ര മതി? കുറച്ച് മതി. വിവരാന്വേഷകരുടെ എണ്ണം വളരെ കുറവ് മതി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് മേന്മകൾ, സാമ്പിൾ സർവേന്റെ മേന്മകൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ തയ്യാറായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് മോർ റിലയബിൾ ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ കോസ്റ്റ്. ഇറ്റ് നീഡ് ഓൺലി ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ ടൈം. വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, വളരെ കുറഞ്ഞ എമൗണ്ടിൽ. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. വളരെ ആധികാരികപരമായ ഇൻഫർമേഷനുകൾ നൽകുന്നു. അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ടീമിനെ കൊണ്ട് തന്നെ, ചെറിയൊരു എന്യൂമറേറ്റർ ടീമിനെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുവാൻ സാധിക്കുന്നു. അടുത്ത, ഇന്ത്യയിൽ സാമ്പിൾ സർവേ നടത്തുന്നത് ആരാണെന്ന് ചോദിക്കും. NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പൊ കോഡ് മറന്നു പോകരുത്. ഷോർട്ട് ഫോം എന്താണ്? NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ എന്ത് നടത്തുന്ന സാമ്പിൾ സർവേ നടത്തുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട ടോപ്പിക്, ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ട എന്താണ്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നല്ലൊരു ചോദ്യാവലിക്ക് വേണ്ട പാഠവും അല്ലെങ്കിൽ എന്താണ് നല്ലൊരു ചോദ്യാവലിക്ക് വേണ്ട ഇമ്പോർട്ടന്റ് തിങ്സ് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ് വന്നത് എന്താണ്? സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ് അല്ലെങ്കിൽ ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങൾ എന്തൊക്കെ? അത് കഴിഞ്ഞ് അടുത്തതായി പഠിച്ച പൈലറ്റ് സർവേ എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് സെൻസസ് ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്താണെന്ന് പഠിച്ചു. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു. അടുത്ത നമ്മൾ കടന്നത് എന്താണ് സാമ്പിൾ സർവേ എന്ന് പഠിച്ചു. ഈ സാമ്പിൾ സർവേ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ പഠിച്ചു. ആ സാമ്പിൾ സർവേയുടെ മെത്തേഡുകളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സാമ്പിൾ സർവേയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്?